Good afternoon, students. So today we are going to discuss about the easy way of doing Modi method. It takes much time, around 40 minutes to complete one particular problem. So it will be very difficult for your university exams to if suppose Modi method വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം നിങ്ങൾ ആൻസർ കിട്ടുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മോദി കിട്ടുവാണെങ്കിൽ അതല്ലേ ബെറ്റർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ DIJ പോസിറ്റീവായിട്ട് വരാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം അനുസരിച്ച് ഫസ്റ്റ് ടൈം വി ഗോട്ട് എ നെഗറ്റീവ് വാല്യൂ ഇൻ DIJ. ദാറ്റ്സ് എ റീസൺ വൈ വി അപ്ലൈ ദ മോദി മെത്തേഡ്. അതായത് ആ ബോറോ ചെയ്യുക പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം വി ഗോട്ട് ഇറ്റ് ആസ് എ പോസിറ്റീവ് കേസ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പോസിറ്റീവ് കേസ് വന്നാൽ പ്രശ്നമില്ലല്ലോ, മോദി ചോദിച്ചാലും നമുക്കത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നുള്ളത് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് വാം. എന്താ ടെക്നിക്ക് എന്നുള്ളത് വാമിലായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടത്. വാമിലായിരുന്നെങ്കിൽ വാം ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. സോ what is the first step? Total of supply is equal to total of demand ആണ്. സെക്കൻഡ് എത്രയായിരുന്നു? 34. ബിക്കോസ് ദ സെയിം ക്വസ്റ്റ്യൻ ഐ എം റിപ്പീറ്റിംഗ് അഗൈൻ. അതുകൊണ്ടാണ് 34 ആണെന്നറിയാം, കോസ്റ്റ് പ്രോബ്ലം ആണെന്നറിയാം. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് പെനാൽറ്റി അല്ലേ? So you can calculate the penalties here. For the first row it is 2, second row it is 2, third row it is 1, fourth row it is 1, column wise it is 1, and here it is 1, and here also 1. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചോയ്സ് വന്നു. അപ്പം ഞാൻ നിങ്ങളോട് അപ്പം പറഞ്ഞത് ഇഷ്ടമുള്ളത് എടുത്തോളാനാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഇഷ്ടമുള്ളത് അത് അപ്പം പറയാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോദിയിലേക്ക് എനിക്ക് എത്തണമായിരുന്നു. അതുകൊണ്ടാണ് ആ ടൈമിൽ ഞാൻ പറയാഞ്ഞത്. ഓക്കെ, അപ്പം മോദി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്താലേ എനിക്ക് ആ ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളത് പുറകെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വി ഗോട്ട് 2 ചോയ്സസ് ഹിയർ, റൈറ്റ്? അപ്പോൾ സപ്പോസ് ഇഫ് യു ആർ സെലക്ടിങ് ദിസ് പർട്ടിക്കുലർ 2, ഇതിലെ ചെറുതേതാ? ഇതാണ് എടുക്കണമെങ്കിൽ 2 അല്ലേ? 2 ഇസ് ദ സ്മോളസ്റ്റ്. 2ന് 5 ഉണ്ട് 7 ഉണ്ട്, എന്ത് കൊടുക്കും? 5 കൊടുക്കും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നത് എത്ര രൂപയാ? 5. ഓക്കെ, അതേപോലെ തന്നെ ഒരു 2 ഇവിടെയുണ്ട്. സപ്പോസ് വി ആർ ചൂസിങ് ദിസ് പർട്ടിക്കുലർ വാല്യൂ. ഇവിടുത്തെ ലീസ്റ്റ് ഏതാ? 1 ആണ്. അപ്പോൾ 1ൻ്റെ നേരെയുള്ളത് എന്താ? 8ഉം 18ഉം, എന്ത് കൊടുക്കും? 8 കൊടുക്കും. അപ്പം എൻ്റെ കയ്യിൽ എത്ര രൂപ പോയി? 8 രൂപ പോയി. അപ്പോൾ 5 രൂപ പോണതാണോ നല്ലത്? 8 രൂപ പോണതാണോ നല്ലത്? 5 രൂപ പോണതാണ് നല്ലത്. അതായത് നിങ്ങൾ ഈ 2 എലമെന്റ്സിലെ സ്മോളസ്റ്റ് അല്ല നോക്കേണ്ടത്, കയ്യിൽ നിന്ന് എന്ത് പോണു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ 2 എന്നാണെങ്കിൽ 5ഉം 7ഉം എന്ത് കൊടുക്കും? 5 എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഈ 1 ആണെങ്കിൽ 8ഉം 18ൻ്റെ 8 രൂപ പോകും. അപ്പോൾ 5 രൂപ പോണാണോ 8 രൂപ പോണാണോ നല്ലത്? 5 ആണ് നല്ലത്. അപ്പോൾ 5 പോണത് എവിടെയാ? ഈ 2ന്. അല്ലാതെ ഇതിൽ സ്മോളസ്റ്റ് അല്ല, കൊടുക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഐ അലോക്കേറ്റഡ് 5 ബാലൻസ് 2. ഇനി ബാക്കി എന്തൊക്കെയാ? 3 3 1 5 4 7 1 6 2 2 9 18 8 7 14. The new penalties 2 1 1. Here the comes 2 1 1. ഇവിടെയും we got 2 choices അല്ലേ? എവിടേക്കാ? ഈ 2ലും ഇവിടെയും വന്നിട്ടുണ്ട്, 2 റോയിലും കോളത്തിലും വന്നു. അപ്പം ഞാൻ റോ എടുത്തോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇവിടെ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ 2 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ സ്മോളസ്റ്റ് ഇസ് വാട്ട്? 1. 1ന് 8ഉം 18ഉം ഉണ്ട്, എന്ത് കൊടുക്കും? 8 is allocated. അതേപോലെ തന്നെ you have another choice 2 here, and the smallest over here is 1 again. 2 and 14 other എന്ത് കൊടുക്കും? 2 കൊടുക്കും. അപ്പോൾ 8 കൊടുക്കുന്ന 1 ആണോ അതോ 2 എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണോ നല്ലത്? 2 പോയാൽ മതി. അപ്പം ഞാൻ ഇയാളെ മാറ്റി ഈ പർട്ടിക്കുലർ 1നെയാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് 2 വഴി ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം ഏതാ നല്ലതെന്നുള്ളത്. അപ്പം ഞാൻ 2 കൊടുത്തു, ഇത് ക്യാൻസൽ ചെയ്തു, ബാലൻസ് 12. 3 1 4 7 6 2 9 18 8 7 2 sorry it's 12. New penalties 2 3 4 1 1 again. So definitely ഇവിടെ ചോയ്സ് ഇല്ല, 4 ആണ്. അപ്പോൾ അതേ ഉള്ളൂ. 4ന് എന്ത് കൊടുക്കും? 2 ആണ്. 2ന് 12 and 18. So 12 is allocated, 12 is gone, balance 6. അടുത്തത് 3 1 4 7 with the balance penalties 9 6 15 8 7 15. New penalties are to be calculated. It is 2
3, 1 and 6. അപ്പോൾ definitely 6 is the highest penalty. ഇവിടെ 1 is the smallest. 8 and 6 ഉണ്ട്, 6 കൊടുത്തു, ബാക്കി ഇത് കളഞ്ഞു, ബാലൻസ് 2. ഇനി 3 and 4, 9, 2 and 7, new penalties, 3, 4, here comes 1. So 4 is the highest. 4 ന് 7 കൊടുത്തു, 7 കളഞ്ഞു, ബാക്കി 2 വന്നു, 3 വന്നു, 3ക്ക് 2ഉം 2ഉം 2 കൊടുത്തു, ക്യാൻസൽ ചെയ്തു. കണ്ടല്ലോ. ഇനി we can make the allocations back to the question. ഈ 2ന് 5, അതിനുശേഷം 162ൻ്റെ 1ന് 2, പിന്നെ 6-2ൻ്റെ 2ന് 12, പിന്നെ ഏതാ 3-1ൻ്റെ ഇവിടെ 6, പിന്നെ 3യുടെ താഴെയുള്ള 4ന് 7, പിന്നെ 3ക്ക് 2. ശരിയായോ നോക്കിയേ? 5, 8, 7, 2 12 14, 7, 9, 18. ഓക്കെ ആയി. അപ്പോൾ യു ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നൗ. ഞാൻ എന്താ ഇവിടെ തന്നെ ചെയ്യുകയാണ്. 5 2s വേണ്ട, ഞാനിവിടെ ചെയ്ത് കാണിക്കാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 5 2s are 10, 5 2s are 2 3s are plus 6 1s plus 7 4s plus 2 1s plus 12 2s. So now we got the result as 10 plus 6 plus 6 plus 28 plus 2 plus 24, 28 2 30, 24 6 30, 30 30 60, 70. We got the result as 76 as the same answer that we got yesterday. But still നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ 76, വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? മോദി മെത്തേഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോകും. അതെങ്ങനെയാണ് പോകണമെന്നുള്ളത് അറിയാമോ? ഞാൻ അതും കൂടി ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ നമ്മൾ മോദി മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഫോർ ദാറ്റ് നമ്മൾ ഈ അലോക്കേഷന് വി ആർ നെയിമിങ് യു വാല്യൂസ് ആൻഡ് വി വാല്യൂസ്. കണ്ടോ, റോയ്ക്കെല്ലാം യുവും കോളത്തിനൊക്കെ വി വാല്യൂസ് വന്നു. പിന്നെ ഞാൻ ഇന്നലെ ചെയ്തത് ഓർമ്മയില്ലേ? ഇതാ u1 plus v1 2, u2 plus v2 3, അങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ എഴുതി. ഇനി എന്താ? വി മസ്റ്റ് substitute any one of the maximum allocation to variable to 0. അപ്പോൾ ദാ u1 ആകെ ഒരാൾക്കേ ഉള്ളൂ, u2 2 പേർക്കുണ്ട്, u3ക്ക് 1, u4ന് 2. അപ്പോൾ ഒന്നുകിൽ u2 അല്ലെങ്കിൽ u4 ചോയ്സ് ഉണ്ട് നമുക്ക്. 2 ഹയസ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. കോളം വെച്ച് നോക്കിയേ, 2 2 2, അതെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഏതോ ഒരു u2നോ ആർക്കോ കൊടുത്തു. നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ആൻസേഴ്സ് വിൽ ബി ഡിഫറെൻറ്റ്. യു വി വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിലും ഫൈനൽ റിസൾട്ട് യു ബി ഗെറ്റിംഗ് ദ സെയിം, പോസിറ്റീവ് കിട്ടും എന്നുള്ളത് പറഞ്ഞു. യു വി വാല്യൂസിൻ്റെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ ആ ഡി ഐ ജെ മാത്രമേ നോക്കേണ്ടുള്ളൂ. ഡി ഐ ജെ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ദിസ് ടൈം ഞാൻ ഒരു കാര്യം ചെയ്യാം. u1 u2 u3 u4 v1 v2 v3. ഞാൻ v3ക്ക് 0 കൊടുത്തു, കാരണം v3യിലും 2 എണ്ണം വരുന്നുണ്ടല്ലോ. v3ക്ക് 0 കൊടുത്തിട്ട് ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാൻ നോക്കാം. v3 എന്ന് പറയുന്നത് ഇതാ എവിടെയാണ് വരുന്നത്? ഇതാ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ v3ക്ക് 0 കൊടുക്കുമ്പോൾ u2 plus 0 is equal to 1, therefore u2 is equal to 1. So you got the value of u2 as 1. പിന്നെ v3 വരുന്നത് എവിടെയാണ്? ഇവിടെ. അപ്പോൾ u4 plus 0 is equal to 2, therefore u4 is equal to 2. u4ഉം കിട്ടി. ഇനി v3 വരുന്ന സ്ഥലമില്ല. ഫസ്റ്റ് ഇക്വേഷൻ നോക്കി, u1ഉം v1ഉം രണ്ടുപേരും അറിയില്ല അല്ലേ? അപ്പോൾ വേണ്ട. u2 v2, u2 v2ലെ u2 അറിയാം, v2 അറിയാമോ? ഇല്ല. അപ്പോൾ u2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u2 is what? 1 plus v2 is equal to 3. അപ്പോൾ v2 is equal to 3 minus 1 is equal to 2 കിട്ടി. v2 value is 2. അടുത്തത് അപ്പോൾ ഈ ഇക്വേഷൻ കഴിഞ്ഞു. അടുത്തത് u3 plus v2, u3 കിട്ടിയിട്ടില്ല, v2 ഇപ്പോൾ കിട്ടി. അപ്പോൾ അതെടുക്കാം. അപ്പോൾ u3 plus v2 value is 2 is equal to 4. So u3 is equal to 4 minus 2 is equal to 2. റിസൾട്ട്. അടുത്തത് u4 plus v1, u4 അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് v1 കിട്ടുമല്ലോ. u4 is what? 2. 2 plus v1 is equal to 1. So v1 is equal to 1 minus 2 is equal to minus 1. v1 is minus 1 എന്ന് പറഞ്ഞു കിട്ടി. ഇനി ഇതാ ഫസ്റ്റ് ഇക്വേഷനിൽ v1 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് u1 കണ്ടുപിടിക്കാം. പ്ലസ് മൈനസ് 1 is equal to 2. അപ്പോൾ എന്ത് വരും? u1 is equal to minus 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 plus 1 is equal to 3 എന്നും പറഞ്ഞു കിട്ടി. ഈ വാല്യൂസ് അല്ലല്ലോ നമുക്ക് ഇന്നലെ ചെയ്തപ്പോൾ കിട്ടിയത്. അതെന്തുകൊണ്ടാണ്? വി ടുക്ക് u2 as 0. അതാണ് സംഭവിച്ചത്. ഇനി എന്താ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. യു മസ്റ്റ് കൺസ്ട്രക്ട് 3 tables, റൈറ്റ്? 3 tables. എന്തൊക്കെയായിരുന്നു ടേബിൾസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ടേബിൾ ഫോർ Cij, സെക്കൻഡ് ടേബിൾ ഫോർ ui plus vj,
തേർഡ് ടേബിൾ ഇസ് DIJ. CIJയിൽ ഞാൻ എന്താ അലോക്കേഷൻ വന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ ഇല്ല, ഇവിടെ രണ്ടിടത്തും ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ രണ്ടിടത്തും ഇല്ല. The same is repeated over here also. Here also. Okay, in CIJ just copy the cost 7, 4, 3, 5, 7, 6. Here in the UI plus VJ, we got the values as 3, 1, 2, 2, minus 1, 2, 0. Add here 3 plus 2, 5, 0 plus 3, 3, minus 1 plus 1, 0, 2 plus minus 1, it's 1, 2 plus 0, 2, 2 plus 2, 4. Here DIJ. DIJ means subtract here. 7 minus 5, 2, 4 minus 3, 1, 3 minus 0, 3, 5 minus 1, 4, 7 minus 2, 5, and 6 minus 4, 0 to 2. Again also we got the DIJ values are positive, therefore our transportation cost is what? It's fixed. This allocation is okay. We got the transportation as a fixed value as what? 76. കണ്ടോ? ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ 2 പ്രാവശ്യം പോകേണ്ടി വന്നു. കടം കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കണ്ടോ? കടമൊന്നും കൊടുക്കണ്ട, നിങ്ങൾ മോദി മെത്തേഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ഈ UV വാല്യൂസും ഈ 3 ടേബിളേ വേണ്ടുള്ളൂ. അത് ഫസ്റ്റ് ടൈം കിട്ടുന്നതിന് എളുപ്പമായില്ലേ? ദാറ്റ്സ് ഓൾ. താങ്ക് യു.